രാഷ്ട്രീയ കേരളത്തിന്റെ ഉദ്വേഗമേറ്റിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.81% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ പോളിംഗ് ശതമാനം 80% കടന്നു. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് ചിറ്റൂരിൽ 84.63% പോളിംഗ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഇത്തവണ 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, കനത്ത പോളിംഗ് ആണ് കേരളത്തിൽ. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? 9 മണിയോടടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്തുവിട്ട വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതിൽ 77.20% സംസ്ഥാനത്താകെ പോൾ ചെയ്തിട്ടുള്ള വോട്ടിങ്ങിന്റെ കണക്ക് എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും വോട്ടിംഗ് അവസാനിക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതും കൂടി ചേർത്തുള്ള ഒരു കണക്കും അതുപോലെ തന്നെ പോസ്റ്റൽ ബാലറ്റ് അടക്കമുള്ള കണക്കുകളും ചേർത്ത് നമുക്ക് രാവിലെയോടുകൂടി ഒരു കൃത്യമായ ഒരു ചിത്രം ലഭിക്കും. എന്തായാലും ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇപ്പോൾ തന്നെ 2% മുകളിൽ പോളിംഗ് കൂടുതലാണ്. കഴിഞ്ഞ തവണ 76% പോളിംഗ് ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ 78 എത്തിയിരിക്കുന്നത്. അതൊരു 80 മുകളിലേക്കോ എത്തിയേക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തലായിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിച്ച ഒരു 85% വരെയായിരുന്നു പോളിംഗ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്രത്തോളം പോളിംഗ് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിറ്റൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. ചിറ്റൂരിൽ 84% പോളിംഗ് ആണ് എന്തായാലും ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനി ജില്ലകളിലേക്ക് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. അത് 81.26%. ഏകദേശം 80% പാലക്കാടും അടുത്തടുത്തുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ സമാനമായ ജില്ലകളിലെല്ലാം 80 അടുത്തുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് പത്തനംതിട്ടയിലാണെന്ന് പറയേണ്ടി വരും. വെറും 70% മാത്രമാണ് പത്തനംതിട്ടയിൽ പോളിംഗ് ആയി വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായാലും ഭേദപ്പെട്ട ഒരു പോളിംഗ് സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു. രാവിലെ ഉണ്ടായിരുന്ന ഒരു മികച്ച പോളിംഗ് ആണ് യഥാർത്ഥത്തിൽ മികച്ച ഒരു പോളിംഗിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ ഒരു ഘട്ടത്തിൽ 90% പോളിംഗ് എത്തുമെന്നൊരു പ്രതീക്ഷ നമ്മളോട് പങ്കുവെക്കുന്നു. പക്ഷേ അത്രത്തോളം പോയിട്ടില്ല. എന്തായാലും 2016 സംബന്ധിച്ച് നോക്കുമ്പോൾ 2% നിലയിൽ വർധനയുണ്ട്. അത് മുഴുവൻ കണക്കുകൾ വരുമ്പോൾ ഏകദേശം 4%, 5% ഇടയ്ക്ക് പോളിംഗ് വർദ്ധിക്കുമെന്നാണ് നമ്മൾ എന്തായാലും വിലയിരുത്തുന്നത്. എന്തായാലും എല്ലാ ജില്ലകളിലും മികച്ച പോളിംഗ് നടന്നിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അടക്കം ത്രികോണ പോരാട്ടം നടക്കുന്ന നേമത്തടക്കം 80% പോളിംഗ് പിന്നിട്ട്. അങ്ങനെ വലിയ രീതിയിൽ വലിയ ആവേശത്തോടു കൂടി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ കണ്ടു. അത് പോളിംഗിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു മാസത്തിന് താഴെ മാത്രമാണ് ഈ മുന്നണികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ലഭിച്ചത്. അത് കൃത്യമായി ഉപയോഗിച്ച് അത് വോട്ടിംഗിലേക്കും അത് പോളിംഗിലേക്കും വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്തായാലും മുന്നണികൾക്കും ആത്മവിശ്വാസം നൽകുന്നതാണ്. ഈ പോളിംഗ് വർധന ആർക്ക് ഗുണമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവെ ഭരണത്തിന് അനുകൂലമായും ഭരണത്തിന് വിരുദ്ധമായും ഈ പോളിംഗ് വർധനയെ വിലയിരുത്താറുണ്ട്. ഈ തവണ SIR ശേഷമുള്ള ഒരു പോളിംഗ് കൂടിയാണ്. അതുകൂടി കണക്കിലാക്കി ഈ പോളിംഗ് വർധന എത്രത്തോളം വന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ വോട്ടർമാർക്ക് അത്രയും വോട്ടും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ചുള്ള അത്രയും വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന അടക്കമുള്ള കണക്കുകൾ നാളെ രാവിലെയോടുകൂടി നമുക്ക് വരും. അതുകൂടി ലഭിച്ചാലായിരിക്കും ഒരു അന്തിമ കണക്ക് നമുക്ക് ലഭിക്കുക. അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കേരളം എങ്ങനെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമായിട്ടുണ്ട്, കൂടുതൽ വോട്ട് വന്നിട്ടുണ്ടെന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാൻ കഴിയും. എന്തായാലും നാളെ രാവിലെയോടുകൂടി നമുക്ക് കേരളത്തിന്റെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തിമ ചിത്രം നമുക്ക് ലഭിക്കും. ശരി, ആഷിഖ് റഹ്മാനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.